കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കർത്താവ് നമുക്കിന്ന് ഒരു ആരാധനയ്ക്കുള്ള സമയം അനുവദിച്ചു നൽകി. ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാധന, അതിൻ്റെ വ്യവസ്ഥകൾ, അതെങ്ങനെയായിരിക്കണം, ഇതൊക്കെയും നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നും നമ്മുടെ പ്രതീക്ഷ ഇതൊന്നു മാത്രമാണ്. കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ എൻ്റെ കർത്താവ് പ്രസാദിക്കണം. കർത്താവ് ആരാധനയിൽ പ്രസാദിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിന് അതോടുകൂടി മാറ്റം വരികയാണ്. കർത്താവിൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ ആരാധനയ്ക്കുണ്ട് എങ്കിൽ ആത്മീയ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാകുകയാണ്. ഈ ലോകപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുവെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭരണതലത്തിൽ പോയി അവിടെ സംബന്ധിക്കാനും ഭരണത്തെ നിയന്ത്രിക്കാനുമുള്ള അധികാരം അതോടുകൂടി ലഭിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം വിളിച്ചു ചേർക്കുന്ന ജനത്തിൻ്റെ പ്രത്യേകത. അവർ ഈ കാലഘട്ടത്തെ ജയിക്കുകയാകുന്നുവെങ്കിൽ അവർക്ക് ആത്മീയ മണ്ഡലങ്ങളിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തോടുകൂടെ ഈ ലോകത്തിന്മേൽ സ്വാധീനം വരികയാണ്. അവരെയാണ് ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവത്തോട് സംസാരിക്കാൻ കഴിവുള്ളവരെന്നും, പ്രാണൻ സംസാരിക്കുന്നവരെന്നും, മരിച്ചാലും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നും, കർത്താവിൻ്റെ തിരുമുഖം കാണുമെന്നും വെളിച്ചം കാണുമെന്നും എല്ലാം പറയുന്നത് അവരെക്കുറിച്ചാണ്. എന്നാൽ പരാജയപ്പെടുന്നവരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണ്, നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്: അവർ വെളിച്ചം കാണുന്നില്ല, സംസാരിപ്പാൻ ശേഷിയില്ല, ആത്മീയ മണ്ഡലങ്ങളിൽ അവർക്കൊരു സ്ഥാനവുമില്ല. അപ്പോൾ അത്ര ഭയങ്കരമായൊരു പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നതനുസരിച്ച് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു വരുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഏറ്റവും നല്ലൊരു കാര്യം. കാരണം മുൻപ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും പലപ്പോഴും ഗ്രഹിക്കാറില്ല. കാരണം ലോകത്ത് സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭിക്ഷ അയച്ചുകൊണ്ടും ഉപജീവനത്തിന് മുട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇവിടെയുള്ള ഏറ്റവും കോടീശ്വരൻ്റെ ഒരു മകനായി അവനെ ദത്തെടുത്താൽ ആ ദത്തെടുക്കപ്പെട്ടവൻ്റെ സ്വത്തിനും അവരുടെ എല്ലാ അവസ്ഥയ്ക്കും ഈ വന്നവനും ഭാഗവാക്കാണ്. അങ്ങനെ വരുമ്പോൾ സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ മക്കളായി തീരുക എന്ന് പറഞ്ഞാൽ ആ ദൈവീകമായ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളുടെയും ഭാഗവാക്കാണ്. അത്ര വലുതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. എന്നാൽ അത് പലപ്പോഴും അതിനാൽ തന്നെ തികഞ്ഞു മതിയായി എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് അധികം. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ അധികാരം കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അവിടെ നിന്ന് പഠിക്കാനും പരീക്ഷിക്കപ്പെടാനും ശോധന ചെയ്യപ്പെടാനും ജയിക്കാനും അങ്ങനെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കാനും ഇങ്ങനെയുള്ള ഒരു ഘട്ടം വേറെ കിടക്കുകയാണ്. പോള് കുഞ്ഞ് പഠിക്കാൻ പോവുകയാണ്. എന്തിനു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CA പഠിക്കാൻ പോവാം. CA പഠിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കും. പക്ഷെ CA പറയില്ല. അതിന് ഇത്ര വർഷങ്ങളുണ്ട്, അതിന് ഇത്ര പഠനങ്ങളുണ്ട്, അതിന് പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ തെളിയണം, ജയിക്കണം. അങ്ങനെ ജയിച്ചു വരുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റോട് കൂടി വരുമ്പോഴാണ് അവൻ CA അല്ലാതെ അതിനുവേണ്ടി ആഗ്രഹിച്ച് ചെന്ന് ചേരുമ്പോഴേ തന്നെ അവനെ ഡോക്ടറെന്നോ CA എഞ്ചിനീയറെന്നോ വിളിക്കുന്നില്ല. ഇത് തന്നെയാണ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്.
ഇത് മനുഷ്യൻ സാധാരണ ഗ്രഹിക്കാറില്ല. ആ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? പക്ഷേ വചനം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്, അവകാശി സകലത്തിന് യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒട്ടും എന്ന് ആ വാക്യ നോക്കണം. ശിശു ആയിരിക്കും, അതായത് ശിശു ആകുന്നുവെങ്കിൽ ഒരു വലിയ, ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കോടീശ്വരൻ രത്തൻ ടാറ്റയോ അല്ലെങ്കിൽ അതുപോലുള്ള കോടീശ്വരന്മാർ ഈ ലോകത്തിലുണ്ട്, ഈ ലോകപ്രകാരമുണ്ട്. അവരുടെ ജനിച്ച് നടന്നു തുടങ്ങുന്ന കൊച്ചിനെ അത് വികൃതി കാണിച്ചാൽ, അല്ലെങ്കിൽ ഭോഷത്തരം കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് തിരിഞ്ഞാൽ അവിടുത്തെ വേലക്കാരൻ വരെ അതിനെ ശാസിക്കും, വഴക്ക് പറയും. കാരണം അവൻ എല്ലാവരെയും വഴക്ക് പറയുന്ന ഒരു സമയമുണ്ട്, പക്ഷെ ആയിട്ടില്ല, വളർച്ച പ്രാപിച്ചിട്ടില്ല. എപ്പോഴും ഈ വളർച്ച പ്രാപിക്കുന്നത്? അതിനാണ് കർത്താവ് അവൻ പറഞ്ഞിരിക്കുന്നത്, അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവന് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റാണ് പറയുന്നത് കൊള്ളാകുന്നവൻ. അത് അറിയുന്നത് വരെയും അത് വെളിപ്പെടുന്നത് വരെയും അവന് ശോധനയുണ്ടാവും. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ശോധന, എന്തിനാ ഈ പരീക്ഷ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ കൊള്ളാകുന്നവനായി തെളിയണമെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെന്ന് തെളിയണമെങ്കിൽ അതിൽ കൂടി കടന്നു പോകണം. അതിനുവേണ്ടി ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തികളിൽ ചിലതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ഇസ്രായേൽ ജനത്തെ വിളിച്ചു, 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരെ ഉണ്ടായിരുന്നു, അത്രയും സ്ത്രീകളുണ്ടായിരുന്നു, ഏകദേശം അത്രയും കുഞ്ഞുങ്ങളും കാണും, അത്രയും തന്നെ വാർദ്ധക്യത്തിൽ ഉണ്ടാകാം. അങ്ങനെ എത്രയോ ജനമുണ്ടായിരുന്നു. അവർ പിന്നെ പെറ്റ് പെരുകി 40 വർഷം കൊണ്ട് എത്ര കോടി ജനമായി, ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ അവിടെ നിന്ന് വിളിച്ചത് ആരായിട്ട് വിചാരിച്ചേ? വിളിച്ചതിനെ കുറിച്ച് നമ്മൾ വചനം വായിക്കുന്നത് പ്രകാരമാണ്. പഴയ നിയമത്തിലാണെങ്കിലും കർത്താവ് ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകും. അപ്പൊ അന്നും മക്കളാണ്. അപ്പൊ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് കർത്താവ് വിടുവിക്കുമ്പോൾ മക്കളാണ്. ആ മക്കൾ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഇങ്ങോട്ട് ചിന്തിക്കണം. മോശയോട് ഫറവോനോട് കൽപ്പിക്കാൻ പറയുന്നത് പ്രകാരമാണ്, മോശെ നീ ചെന്ന് ഫറവോനോട് പറയണം. എന്തു പറയണം? ഇസ്രായേൽ എൻ്റെ മകൻ, എൻ്റെ ആദിജാതൻ, എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ മകനെ വിട്ടയക്കണം. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകനാണെന്ന്, ദൈവത്തിൻ്റെ ആദിജാതനാണെന്ന്, അവനെ വിട്ടയക്കണം കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ. അപ്പൊ ഈ ഇസ്രായേൽ ജനത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 1 കോടി ജനത്തോളം, 1 കോടി ജനത്തോളം, അല്ലെങ്കിൽ 30 ലക്ഷം, ഒരു 50 ലക്ഷം ജനത്തോളം ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഇത്രയും മക്കളാണ്. എന്നാൽ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മക്കൾ ആകാനുള്ള അധികാരമേ കിട്ടിയിട്ടുള്ളൂ, മക്കളായിട്ട് വിളിച്ചിട്ടേ ഉള്ളൂ, മക്കളെന്നുള്ള സാക്ഷ്യം പ്രാപിച്ചിട്ടില്ല. ദൈവം എന്ത് ചെയ്തു? വിളിച്ചു വന്നതിന് ശേഷം വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വതവേ ഉള്ളതുണ്ട്, വന്നു ചേർന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വന്നു ചേർന്ന സ്വഭാവമുണ്ട്, സ്വയമേ ഉള്ള സ്വഭാവമുണ്ട്. ഇത് രണ്ടും വെളിപ്പെടുത്തണം. ഇത് രണ്ടും വെളിപ്പെടുത്തുമ്പോൾ ഇവന്റെ സ്വയമേ ഉള്ള സ്വഭാവം വെളിപ്പെടുത്തി വരുമ്പോഴത്തേക്കും, അങ്ങനെ വന്നപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, യൂദയുടെ ഉള്ളില് ഇരിക്കുന്നത് അവൻ കള്ളനാണ്. അവനെ നീക്കാൻ, അവനെ നന്നാക്കാൻ പറ്റില്ല. ഇനി കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളനും കവർച്ചക്കാരനുമാണ്. ഒരുവൻ യൂദ കർത്താവിന്റെ ശിഷ്യനാ, മറ്റൊരുവൻ കളവും കവർച്ചയായിട്ട് നടക്കുന്നവനാ. അവൻ ഒടുവിൽ കർത്താവിലേക്ക് തിരിഞ്ഞ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തു കൊള്ളണമേ. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും, നീ എന്നോട് പർദീസയിലിരിക്കും. അപ്പൊ അവനാര്? അവനാര്? അപ്പൊ യൂദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കാൻ. അതായത് പണ്ട് പറയും, പൈനിൽ നിന്ന്, പാഴ്മരത്തിൽ നിന്ന് കാതല് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല.
പാഴ്മരം, ഒരു പാഴ്മരം ചെത്തുക. സാധാരണ തേക്കും പ്ലാവും ആഞ്ഞിലിയും അങ്ങനെയുള്ള തടികളൊക്കെ വെച്ചതിന് ശേഷം അങ്ങ് പിടിക്കുക. അതിൻ്റെ പുറമേയുള്ള വെള്ള അങ്ങോട്ട് ചെത്തിക്കളയുക. ഇതിങ്ങനെ ചെത്തി 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 വന്നതിന് ശേഷം അവസാനം ഇതിന് ഇരുണ്ട കളറുള്ള ഭാഗം കാതൽ എന്ന് പറയുന്ന സ്ഥലത്ത് അത് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ചെത്തുന്നതിന് സന്തോഷമായി. കാരണം അതേ കൊള്ളാവൂ. ഇത്രയും നേരം ചെത്തിപ്പോയതെന്ന് പറയുന്നത് കൊള്ളില്ലാത്തതാ, ഉപയോഗിക്കാൻ പറ്റാത്തതാ. അവസാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ആ തടിയുടെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമുള്ള ഒരു കഷണം കിട്ടി. അതാണ് യഥാർത്ഥത്തിൽ കാതൽ. അതുകൊണ്ടേ പ്രയോജനമുള്ളൂ. എന്നാൽ ഒരു പാഴുതടി എടുത്തതിന് ശേഷം, വട്ട എടുത്തതിന് ശേഷം വട്ട തൊലി ചെത്തുക. എത്ര നേരം ചെത്തും? ചെത്തി 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 തൊലി ഇല്ലാതെ പോകുന്നതല്ലാതെ അതിനകത്തുനിന്ന് കാതൽ കിട്ടില്ല. കാരണം കാതലില്ല. ഇതുപോലെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ടുവന്നതിന് ശേഷം അവനെ ശോധന ചെയ്ത് പരീക്ഷിച്ച് അവനിലുള്ള ദോഷങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരുമ്പോഴത്തേക്കും ഇല്ല. ദോഷമെല്ലാം നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അവനിൽ കാമ്പില്ല. അങ്ങനെ വരുമ്പോഴാണ് അവൻ അയ്യോ ഇവൻ ദൈവത്തിൻ്റെ മകനല്ല, കൊള്ളാകുന്നവനല്ല എന്നിങ്ങനെയുള്ള പദങ്ങൾ വരുന്നത്. അങ്ങനെയാണ്. എന്നാൽ ക്രൂശിൽ കിടന്ന കള്ളൻ അത്രയും ദോഷം ഒരാളെ തൂക്കിക്കൊല്ലണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഒരാളെ നമ്മൾ 39 അടി അടിക്കുന്ന ശിക്ഷയുണ്ട്, 10 അടി അടിക്കുന്ന ശിക്ഷയുണ്ട്, പിഴ കെട്ടുന്ന ശിക്ഷയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ശിക്ഷയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷയാണ് ക്രൂശീകരണം. ക്രൂശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത അത് ചരിത്രം വിവരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഈ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന അധികാരികൾ തന്നെ അവർക്ക് കണ്ടിവെണ്ണ കലർത്തി വീഞ്ഞു കുടിക്കാൻ കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്ന വേദന അവരറിയാതിരിക്കാൻ. അത്രമാത്രം വേദനയും കഷ്ടതയുമാണ് ആ ക്രൂശീകരണം എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ശിക്ഷ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ എന്ത് ചെയ്തതായിരിക്കണം? അവൻ വാഴക്കൊല മോഷ്ടിച്ചതാ? ആരെങ്കിലും ആരെങ്കിലും പൈസ മോഷ്ടിച്ചതാണോ? ഇല്ല. കളവും കവർച്ചയും അത്ര ദോഷമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ല വെറുതെ ഒരാളെ പിടിച്ച് വഴിയെ പോകുന്നതിന് ഒരാളെ പിടിച്ച് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവനെ ക്രൂശിക്കില്ല. അത്ര ഭയങ്കരമായി തെറ്റ് ചെയ്തവനാണ്. പക്ഷേ അവൻ മരണസമയം ആയപ്പോഴേക്കും അവൻ മാറി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് അവൻ ദൈവത്തിന്റെ പൈതലായി. അപ്പോൾ ഒരുവൻ ദൈവത്തിന്റെ പൈതലായി. യൂദയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, നിങ്ങൾ ഒരുത്തനൊരു പിശാചാവും. അവൻ പിശാചുമായി. അപ്പോൾ ഒരുത്തൻ ദൈവത്തിന്റെ മകനായി. കളവും കവർച്ചയും ചെയ്തുകൊണ്ടിരുന്നവൻ ദൈവത്തിന്റെ മകനായി പരദീസയിൽ കർത്താവിനോടൊപ്പം പോയി. ഒരുവൻ കർത്താവിന്റെ ശിഷ്യനാണ്. 12 ലോകത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് 12 പേരേ ഉള്ളൂ. അതിലൊരാളായിട്ട് പ്രകാശിച്ചവനാ, അത്ര അധികാരമുള്ളവനാ. അവനാകട്ടെ പിശാചുമായി. അങ്ങനെയായിപ്പോയി. അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? അപ്പൊ അവൻ വന്ന നാളിലെ കാര്യം ഓർത്തുകൊള്ളണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്ന് വചനത്തിലുള്ളതുപോലെ ഭയങ്കര ആഘോഷമായിട്ട് വന്നതാ. കാരണം ദൈവത്തിന്റെ പൈതലല്ലേ, ദൈവത്തിന്റെ മകനല്ലേ. പക്ഷെ ആരായി തീർന്നില്ല? അവകാശിയായി തീർന്നില്ല, ഇല്ലെങ്കിൽ കൊള്ളാകുന്നവനായി തീർന്നില്ല, ഇല്ലെങ്കിൽ മകനായി തീർന്നില്ല. അപ്പൊ ഇപ്പൊ മകനെന്ന് പറയുന്നതിന് അഭിമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. അതിന് ടൈമുണ്ട്. പിതാവ് നിശ്ചയിച്ച അവധിയുണ്ട്. ആ അവധിക്കാണ് പറയേണ്ടത് ഇവൻ ദൈവത്തിന്റെ പൈതൽ, ഇവൻ ദൈവത്തിന്റെ ദാസൻ, ഇവൾ ദൈവത്തിന്റെ ദാസി, ഇവൻ കൊള്ളാകുന്നവൻ, ഇവൻ ദൈവത്തിന്റെ പക്ഷക്കാരൻ എന്നെല്ലാം പറയുന്നത് അപ്പോഴാണ്. അത് പറയുന്നത് വരെയും നിശ്ചയമില്ല. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. അവിടുന്ന് പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ജനം ഈ 30 ലക്ഷം പേരെ അവിടെ ദൈവം പുറപ്പെടുവിച്ചിട്ട് പുറപ്പെടുവിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് നോക്കുക, ഇതിൽ എത്ര പേര് കൊള്ളാവുന്നവരായി? ഇത് എത്ര പേര് വന്നു? നമുക്കറിയാം, 2 പേര്. യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 2 പേര്.
കാലേബും യോശുവയും മാത്രം കൊള്ളാകുന്നവരായി തെളിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ആരാ? ബാക്കിയുള്ളവരാരാ? അവിടെയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. ആവർത്തനം 32-ന്റെ 5. ഈ ഇസ്രായേൽ ജനം 30 ലക്ഷം പേര് ആരായി തീർന്നു? 30 ലക്ഷം പേര്, 6 ലക്ഷത്തിൽ പേരും പുരുഷന്മാർ ആരായി തീർന്നു? 32 അവർ അവനോട് വർഷത്വം കാണിച്ചു. അവര് അവര് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു. സർട്ടിഫിക്കറ്റ് മേടിച്ച് ഒരുത്തൻ വലിയൊരു ബിരുദത്തിന് പോയതാ. ഉണ്ണി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് എത്രയോ 70 പേരെ മറ്റേ പോയതാ. 70 പേര് എഞ്ചിനീയറിങ്ങിന് പോയിട്ട് അത് ആ വർഷം പൂർത്തിയാക്കി പാസ്സായി ഇറങ്ങിയത് 6 പേരാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ബാക്കിയുള്ളവർ എന്തിനു പഠിക്കാൻ പോയി? എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. എഞ്ചിനീയർ ആയോ? ഇല്ല. അവരവിടെ പോയി. അവർ പഠിത്തം നിർത്തിപ്പോയി. അതിനുള്ള യോഗ്യത അവർക്കില്ല. അത് പോയി. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ 6 ലക്ഷത്തിലെ പുരുഷന്മാർ പഠിക്കാനിറങ്ങി. ദൈവത്തിൻ്റെ മക്കളായി മക്കൾക്ക് പഠിക്കാനിറങ്ങി. അതിന് ശരിയാണോ? ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14 അധ്യായം പറയുന്നത് എന്താ? 14-1 തന്നെ. 14-1 തന്നെ വേഗം വായിക്കണം. കർത്താവിന് സ്തോത്രം. സംശയം വേണ്ട. ഈ 6 ലക്ഷത്തിന് പരം പുരുഷന്മാരും ഈ വന്ന 30 ലക്ഷം പേരും ദൈവം പറയുന്ന ആരാ? നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. എന്നാൽ തെളിഞ്ഞത് എത്ര പേരുണ്ട്? തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അയ്യോ, ഇത് മക്കളല്ലത്. പിന്നെ ആരാ? ആ വാക്ക് മറന്നു പോയത് ആരാ? സ്വയകളങ്കം. സ്വയകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തനി സ്വഭാവമുണ്ട്. എല്ലാവർക്കും തനി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കള്ളനായിരിക്കും, ഇല്ലെങ്കിൽ മദ്യപാനി, ഇല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൂഷകൻ. ഏതെങ്കിലും ഒരു സ്വഭാവം, ദോഷ സ്വഭാവം ഇല്ലാത്ത മനുഷ്യരില്ല യേശു ഒഴികെ. എല്ലാവർക്കും സ്വമേധ പാപമുണ്ട്, അല്ലെങ്കിൽ സ്വയകളങ്കമുണ്ട്. അപ്പോ സ്വയകളങ്കം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശോധനയിൽ നീങ്ങിപ്പോകുന്നതാണ് ദൈവത്തിന്റെ മക്കൾ. ഇതിന് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നതാണ് സ്വയകളങ്കം. അപ്പോൾ ഒരു കാര്യം ബോധ്യമായി. രണ്ടുപേരും കള്ളന്മാരാ. യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവൻ കള്ളനാണ്. യേശു ശിഷ്യനായിട്ട് വിളിച്ച യൂദയും കള്ളനാണ്. രണ്ടുപേരും കള്ളനാണ്. രണ്ടുപേരും കർത്താവിനെ അറിഞ്ഞവരാ. യൂദ വന്നു, ശിഷ്യനായിട്ട് ജീവിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഇവൻ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, യാതൊരു മാറ്റമില്ല. എല്ലാവർക്കും സ്വഭാവത്തിന് വന്നു കഴിഞ്ഞാൽ മാറ്റം വന്നുകൊണ്ടിരിക്കണം. ഇത് യാതൊരു മാറ്റമില്ല. അവന്റെ തനി സ്വഭാവം മാറില്ല. ഒടുവില് അവൻ മറിയ തൈലം പൂശിയപ്പോ അതിനെതിര് പറഞ്ഞു, ഇതെന്തിനാ ഇത്രയും ഈ പൈസ വെറുതെ ചിലവാക്കുന്നത്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തെങ്കിൽ എത്രയോ ദരിദ്രർ. അപ്പൊ തന്നെ അവിടെ എഴുതി, ദൈവത്തിന്റെ ആത്മാവ് അവിടെ എഴുതി, ഇത് ദരിദ്രരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. പിന്നെയോ അവൻ കള്ളനായപ്പോണ്ട്. അവൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കള്ളനായിരുന്നു. ഇന്നും അത് മാറ്റിയിട്ടില്ല. അവൻ ആ സ്വഭാവം അവന് മാറില്ല. അവൻ കള്ളനാ. കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? പിശാച്. ആദ്യം മുതൽ പോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആവുന്നു. അവൻ പിശാചിന്റെ മകനാണ്. അവൻ കള്ളനാണ്. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ പ്രാപിച്ച സാക്ഷ്യമാണ്. ഇതുപോലെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അയ്യോ, യൂദയ്ക്ക് കിട്ടിയ സാക്ഷ്യം എന്താ? അവൻ സ്വയകളങ്കമാണ്. എന്താണ് അവന്റെ സ്വമേധഭാവം? കളവാണ്. സ്വയകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കളവാണ് അവന്റെ പണി. അവൻ കള്ളനാണ്. അത് സാക്ഷ്യം പ്രാപിച്ചു. ഇതുപോലെ തന്നെ ഇസ്രായേൽ മക്കള് 30 ലക്ഷം പേരിൽ പോയതിനു ശേഷം 2 പേര് ദൈവത്തിന്റെ മക്കളും തെളിഞ്ഞു. 2 പേരിൽ അവരും തികഞ്ഞവരായിട്ടല്ല. യോശുവ തികഞ്ഞവനാണോ? അല്ല.
കാലേബ് തികഞ്ഞവനാണോ? അല്ല. പിന്നെയോ? ഒരുപാട് തെറ്റ് കുറ്റങ്ങളൊക്കെ അവർക്കുമുണ്ട്. പക്ഷെ അത് നീങ്ങിപ്പോയി. അത് നീങ്ങിപ്പോയി. അവർക്ക് സ്വമേധാവുള്ള പാപം നിലനിന്നില്ല. അത് ദൈവം നീക്കിക്കളഞ്ഞു. എന്നാൽ ഈ കൂട്ടരുടെ പാപം നീങ്ങിപ്പോകുന്നില്ല. എത്ര പറഞ്ഞാലും നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ഭോഷനെ ഉരലിട്ട് അവല് പോലെ ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടു മാറില്ല. എത്ര ശ്രമിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടു മാറില്ല. കാരണം അവൻ ജന്മനാ, അല്ലെങ്കിൽ അവൻ മുൻ നിർണയത്തിൽ തന്നെ ദൈവം കാണാത്തവനും അവൻ ഭോഷനുമാകുന്നുവെങ്കിൽ അത് വിട്ടു മാറില്ല. ഇതിങ്ങനെ തുടരെ തന്നുകൊണ്ടിരിക്കും. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഒരുവൻ സാഹചര്യത്തിൽ കടം കയറി നിൽക്കുക, ഭയങ്കര പ്രശ്നങ്ങളാണ്, രോഗവും കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. ആ സമയത്ത് നോക്കിയപ്പോൾ പെന്തക്കോസ്തിൽ പോയാൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സ്വസ്ഥമായിട്ടൊക്കെ കഴിഞ്ഞു പോകാം. അങ്ങനെ വിശ്വാസത്തിൽ വന്നു. പക്ഷെ അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകാത്ത പാപമാണ് അവൻ്റെ ഉള്ളത്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായവൻ കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നതിന് ഒരു നാൾ ഉപേക്ഷിക്കില്ല. അത് കള്ളനായാലും നേരെ നീതിമാനായാലും ആരായാലും തൻ്റെ അടുക്കൽ വരുന്നവനാണെങ്കിൽ തൻ്റെ അടുക്കൽ ആശ്രയിച്ച് വന്നു കഴിഞ്ഞാൽ കർത്താവ് സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളാകാൻ അധികാരവും കൊടുത്തു. പക്ഷേ ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ ഇവനൊരു സ്വഭാവമുണ്ട്. ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷ സ്വഭാവം. അവനെന്ന് മാത്രമല്ല, യൂദയ്ക്കുള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ, തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന്റെ ആ സ്വഭാവം അങ്ങ് പോകും. അങ്ങനെ അതങ്ങ് പോയി. ക്രൂശിൽ കിടന്നപ്പോൾ ഉണ്ടല്ലോ, തൻ്റെ ജീവിതം മുഴുവനും ഓർത്തു. തൻ്റെ ജീവിതം മുഴുവനും എല്ലാം വഴിയിൽ കൂടിയാണ് താൻ ജീവിച്ചത്. കള്ളനും കവർച്ചക്കാരനുമായിട്ട് താൻ ഇത്രയും കാലം ജീവിച്ചു. ഇന്ന് ഈ അവസ്ഥ എനിക്ക് വന്നു. പ്രധാന സ്തോത്രം. അവനിൽ നിന്ന് എന്നേക്കുമായിട്ട് നീങ്ങിപ്പോയി. എന്ത് നീങ്ങിപ്പോയി? കളവ്, കവർച്ച, സ്വമേധ പാപം എല്ലാം നീങ്ങിപ്പോയി. കർത്താവെ, എന്നെ ഓർക്കണമേ. നീ രാജ്യത്വം പ്രാപിക്കും, നീ രാജ്യത്വം പ്രാപിക്കും. അന്ന് വരുമ്പോൾ എന്നെ ഓർക്കണമേ. താമസ്തോത്രം. അവൻ ദൈവത്തിന്റെ പൈതലെന്ന് തെളിഞ്ഞു. അവനിൽ നിന്ന് ആ സ്വമേധ പാപം നീങ്ങിപ്പോയി. അവൻ സ്വയ കളങ്കമല്ല, അവൻ ദൈവത്തിന്റെ മകനാണ്. തന്നോട് കൂടെ നടന്നവൻ അവനിൽ നിന്ന് അത് നീങ്ങിപ്പോവില്ല. അവൻ ഒരിക്കലും ദൈവത്തിന്റെ പൈതലായി തീരില്ല. കാരണം അവൻ ദൈവത്തിന്റെ പക്ഷക്കാരനല്ല. അവനിൽ നിന്ന് കളവ് നീക്കാൻ സാധിക്കില്ല. ആദ്യം പറഞ്ഞതുപോലെ പാഴ്മരത്തിൽ നിന്ന് കാതലെടുക്കാൻ നോക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ളവർ. ഇതിനു വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ്? അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ചു. ഏറ്റവും വലിയ ശോധനയുടെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയണമെങ്കിൽ, ഞാനോ നിങ്ങളായാലും ഞാനായാലും ഏത് മനുഷ്യനായാലും അവനെ പരീക്ഷിക്കപ്പെട്ട ഓർത്തുകൊള്ളണം. അവൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ അവനെ എന്ത് ചെയ്യണം? താഴ്ത്തണം. അപ്പോഴറിയാം. എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല. എല്ലാവരും മാനിക്കപ്പെട്ടു, എന്ന് ഞാൻ മാനിക്കപ്പെട്ടില്ല. ഈ ഒറ്റ കാര്യം മതി. എല്ലാവരോടും മാന്യമായിട്ട് ഇടപെട്ട് എന്നോട് ഇടപെട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ ദിനത്തിൽ ചില വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആത്മീയമണ്ഡലങ്ങളുടെ പോരാട്ടം രാത്രികാലം ഉണ്ടായി. ഇതിനെ സംബന്ധിച്ചുള്ള, അതുകൊണ്ടാണ് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് താഴ്ത്തും എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ താഴ്ത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നും. സ്ത്രീകളെല്ലാം കൂടി തപ്പും നൃത്തം ചെയ്തുകൊണ്ട് ഫെലിസ്ത്യരെ ജയിച്ചു ഒന്നാമത് വരുന്ന ആരാന്നറിയാമോ? ശൗല്. തൊട്ട് അടുത്ത് ദാവീദ്.
പിന്നെ ഇസ്രായേൽ ജനം മുഴുവനും കൂടെ കൂടി ആർപ്പോടുകൂടി വരുക. സ്ത്രീകൾ, പെൺകുട്ടികൾ നൃത്തം ചെയ്തുകൊണ്ട്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. പ്രധാന സ്ഥാനം. എന്ത് സംഭവിച്ചു? കേട്ടവർക്ക് അത്ര വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല, പറഞ്ഞവർക്കും അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല, ദൈവത്തിനും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ദൈവം ദാവീദിനെ മാനിച്ചതാണ്, ദാവീദ് മുഖാന്തരമാണ് അത് നൽകിയത്. അതിനിപ്പോൾ അതിശയം എന്തായിരിക്കുന്നത്? പക്ഷെ ഒരാൾക്ക് തോന്നി, ശൗലിന് തോന്നി. എന്തുകൊണ്ട്? ഞാൻ താണവനായി, ദാവീദിനേക്കാൾ ഞാൻ താണവനായി. 1000 കൊന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് വിഷയമില്ല, അല്ലെ, ശൗലിന് വിഷയമില്ല. ദാവീദും 1000 കൊന്നു എന്ന് പറഞ്ഞാൽ മതി. ദാവീദ് 10,000 കൊന്നു പറഞ്ഞതിനാ, അവിടെയാണ് ഒരു വിഷയം. ഇനി ശൗൽ ആരെയും കൊന്നില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. താൻ അവിടെ താഴ്ച ഭവിച്ചവനായി. ഇവരുടെ വാക്കില് വചനം പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷയാണ്, ഏറ്റവും വലിയ പരീക്ഷ. താൻ അപമാനിക്കപ്പെടുക എന്നുള്ളത്, താൻ താഴ്ത്തപ്പെടുക എന്നുള്ളത്. ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കാൻ സമയം കിട്ടില്ല. കാരണം അവൻ എന്നോടത് ചെയ്തല്ലോ. ഇത് തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. സമയം കഴിഞ്ഞിട്ടും ഇവന്റെ ഹൃദയത്തിൽ ഞാൻ അത്രേ ഉള്ളൂ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ അത്രേ ഉള്ളൂ എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇനി അതല്ലാതെ വേറൊരു സാധനമുണ്ട്. അറിയാമോ? ദാവീദ് 10,000 കൊന്നു, ഞാൻ 1000 ശൗൽ 1000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഉള്ളിൽ ദോഷം തുടങ്ങി. വചനം പറയുന്നത് അന്ന് മുതൽ കണ്ണുകടി തുടങ്ങി. ദാവീദിനെ നോക്കുമ്പോൾ ഇത്രയും കാലം കണ്ടതുപോലെയല്ല. പിറ്റേ ദിവസം ദൈവത്തിൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിലേക്ക് വന്നു. പിന്നെ നടത്തുന്നത് അവനാ. എന്താണെന്നറിയാമോ? വലിയൊരു വ്യത്യാസമാണ്. ആത്മീയ മണ്ഡലങ്ങളിൽ വലിയൊരു യുദ്ധം നടക്കുക. ഇവനെ അഭിഷേകം ചെയ്ത സമയം മുതൽ ശത്രു വാദിക്കുന്നതാ ഇത് അവന്റെ പക്ഷക്കാരനാണ്. എന്നാൽ ദൈവത്തിന്റെ പക്ഷക്കാരനായിട്ട് ദൈവം വേർതിരിച്ചതാ. ഒടുവിൽ ദൈവം സമ്മതിച്ചു. എന്താണ്? താഴ്ത്തി പരീക്ഷിച്ചു. അവൻ ദൈവത്തിന്റെ പൈതലല്ല. ദൈവം സമ്മതിക്കേണ്ടി വന്നു. പിന്നെ ആരാണ്? സ്വയകളങ്കമാണ്. സ്വയകളങ്കം ദാവീദിന്റെ അല്ല, ശൗലിന്റെ സ്വയകളങ്കം എന്താ? ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യുക. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഒരു നില എനിക്കുണ്ട്, അത് വിട്ട് കളഞ്ഞിട്ടുള്ള പരിപാടിയില്ല. അതിന് അഡിക്റ്റാണവൻ. അതിന് തീർത്തും അടിപ്പെട്ടവനാണവൻ. ആ പാപം അവനിൽ നിന്ന് മാറില്ല. ബാക്കിയെല്ലാം സമാധാനമുണ്ട്. അവൻ്റെ മരണ സമയം വരെ, ആ മരിക്കുന്ന സമയത്ത് അതേ പാപത്താൽ അവൻ മരിക്കുന്നത്. കാരണം അവൻ തൻ്റെ അടുക്കൽ നിൽക്കുന്നതോട് പറയുകയാണ്, ഈ ഫെലിസ്തർ തനിക്കെതിരെ വരുക, അവർ വന്ന് എന്നെ അപമാനിക്കാതിരിക്കാൻ, എന്നെ കൊല്ലാൻ. ആ സമയത്തും മനുഷ്യരാളുടെ മാനം, അതായത് ഇത് തന്നെ അവരാരാണ്? സ്വയകളങ്കമാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം 20 വർഷം, 30 വർഷം, 15 വർഷം, 5 വർഷമൊക്കെ ആയി. നമുക്ക് ഒരു പഠനത്തിന് വേണ്ടി വന്നതാണ്, വലിയൊരു അംഗീകാരപത്രത്തിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ മക്കൾ ഉള്ളാകുന്നവർ, അവകാശികൾ എന്നീ നിലകളിൽ എന്നീ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്, ഇത്രയും കാലം അധ്വാനിച്ചത്. ഇതുവരെയും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കുമുണ്ട് സ്വമേധാ പാപം. നമ്മുടേതായിട്ടുള്ള സ്വഭാവം, തനി സ്വഭാവം നമ്മളിലുള്ള തനി സ്വഭാവമുണ്ട്. എന്നാൽ താഴ്ത്തി
പരീക്ഷിക്കുന്ന ദൈവം നമ്മെ താഴ്ത്തുമ്പോൾ, നമ്മെ നടത്തുമ്പോൾ ഓർത്തു കൊള്ളണം, എന്നിൽ നിന്ന് ഈ സ്വയകളങ്കം ഒന്ന് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തു കൊള്ളണം. ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്വഭാവത്തെയും ആഗ്രഹത്തെയും മുറുകെ പിടിക്കുന്നുവെങ്കിൽ ശൗലിന് സംഭവിച്ചത് ദൈവത്തിന്റെ ജനത്തിന് സംഭവിക്കാനിടയുണ്ട്. ഇസ്രായേൽ ജനത്തിന് അത്രയും പുരുഷന്മാർക്ക്, 6 ലക്ഷത്തിലധികം പുരുഷന്മാർക്ക് സംഭവിച്ചത് കുഴപ്പമൊന്നുമില്ല. താഴ്ത്താൻ പറ്റില്ല. കാരണം മറ്റുള്ളവരെക്കാൾ വലിപ്പം വേണമെന്നല്ല, മറ്റുള്ളവരോടൊപ്പം ഞാനൊരു വിശ്വാസിയല്ലേ, ഞാനൊരു ഒരു 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 ഭക്തനല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ, ആ പരിഗണന എനിക്ക് വേണ്ടേ? ഇത് അവിടെ നിന്നും എന്നെ താഴ്ത്തുമ്പോഴാണ് എൻ്റെ തനി സ്വഭാവം വെളിപ്പെട്ടു വരുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും മക്കളല്ല സ്വയകളങ്കമാണെന്ന് തെളിഞ്ഞു. ക്രൂശിൽ കിടക്കുന്ന കഥവൻ ജീവിതം മുഴുവൻ കവർച്ചയായിട്ട് നടന്നതിന് ശേഷം, കള്ളനായിട്ട് നടന്നതിന് ശേഷം അവൻ ദൈവത്തിൻ്റെ മകനാണെന്ന് തെളിഞ്ഞു. അവൻ്റെ ദുസ്വഭാവം നീങ്ങിപ്പോയി. ജീവിതം മുഴുവനും കർത്താവിൻ്റെ ശിഷ്യനായിട്ട് നടന്നു. ഒടുവിൽ അവൻ കള്ളനെന്ന് തെളിഞ്ഞു. അവൻ കർത്താവിനെ വിട്ടുപോയി. ഇത്ര വലിയൊരു പാഠശാലയിലാണ് നാം നിൽക്കുന്നത്. ഇത്ര വലിയൊരു ഒരു സംരംഭത്തിലാണ് നാം നിൽക്കുന്നത്. പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് വിശ്വാസത്തിലേക്ക് വന്നവനെ എന്തിനിട്ട് കഷ്ടപ്പെടുന്നു, എന്തിന് കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടുത്തുന്നു? ഒരൊറ്റ കാര്യം, ഈ പഠനം, മിലിറ്ററിയിലെ ട്രെയിനിങ്ങിനൊക്കെ, ആ ട്രെയിനിങ്ങിന് 2 വർഷമോ 3 വർഷമോ ഉണ്ടെങ്കിൽ അതങ്ങ് കഴിഞ്ഞാൽ, ആ ട്രെയിനിങ്ങിൽ അവൻ പാസ്സായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേൽ കഠിനമായ കരം വരാൻ കർത്താവ് സമ്മതിക്കില്ല. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം നാം കർത്താവിനാൽ വിളിക്കപ്പെടുന്നതിന് മുമ്പേ സ്വയകളങ്കമുള്ളവരാണ്. നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ വിശ്വാസം വന്നതിന് ശേഷം ദൈവമക്കളായി തീരാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ്. ഇത് നീങ്ങിപ്പോകണം. ഏത് നീങ്ങിപ്പോകണം? സ്വയകളങ്കം. എന്താ സ്വയകളങ്കം? ശൗലിൻ്റെ സ്വയകളങ്കം ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യണം, ലോകത്താലുള്ള മാനം, അത് സ്വയകളങ്കം. യൂദയുടെ സ്വയകളങ്കമാണ് കള്ളൻ. ഇങ്ങനെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് വീണുപോയവരും ലോകത്തെ ജയിച്ച് കർത്താവിനോടൊപ്പം ആയി തീർന്നവരുമായ വലിയൊരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മെ താഴ്ത്തി പരീക്ഷിക്കുന്ന കർത്താവ് നമ്മെ നടത്തുമ്പോൾ നമ്മുടെ സ്വയകളങ്കത്തെ വിട്ടുകളയാം. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ഇനിയും താഴണം, മറ്റുള്ളവരോട് ചേർത്ത് ഉപമിക്കണ്ട, ഞാൻ ഇനിയും താഴണം, ഞാൻ ഇനിയും അപമാനിക്കപ്പെടണം, ഇനിയും ഞാൻ ഉപദ്രവിക്കപ്പെടണം എന്നുള്ള മനോഭാവത്തിൽ കർത്താവിലായിരുന്നാൽ ശത്രു തോറ്റുപോകും. സർവശക്തനായ ദൈവം ഇവൻ എൻ്റെ മകൻ എന്ന് ഒരു സാക്ഷ്യം, ഒറ്റ വാക്ക് കിട്ടിയാൽ മതി, കൊള്ളാകുന്നവൻ എന്നൊരൊറ്റ വാക്ക് കിട്ടിയാൽ മതി. പിതാവ് നിശ്ചയിച്ച അവധിക്ക് ഇവൻ പൈതൽ ദൈവത്തിൻ്റെ മകൻ തന്നെയാണെന്നൊരു വാക്ക് കിട്ടിയാൽ മതി. ഇന്ന് ഈ കാണുന്ന സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവൻ്റെ സ്വത്തിൻ്റെ ഓഹരിക്കാരനായി മാറുകയാണ്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ താനൊന്ന് താഴുമ്പോൾ, തനിക്കിച്ചിരി നഷ്ടം വരുമ്പോൾ, തനിക്കിച്ചിരി അപമാനം വരുമ്പോൾ അതിനെ ഏറ്റവും അസഹ്യതയോടെ കാണുന്നു. അതിനാൽ തീർത്താൽ തീരാത്ത നഷ്ടവും വരുന്നു. അങ്ങനെയല്ല. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമക്കളാകാൻ നാം അധികാരം പ്രാപിച്ചവരാണ്. ദൈവമക്കളായിട്ടില്ല, അധികാരം പ്രാപിച്ചവരാണ്. ഈ അധികാരം കൊണ്ട് ജീവിതത്തിൽ നിന്ന് നമ്മുടെ സ്വമേധാപാപങ്ങളെ, സ്വയകളങ്കത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട് നാളെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതട്ടെ, സർവശക്തനായ ദൈവം സാക്ഷ്യം പറയട്ടെ, ഇവൻ ദൈവത്തിൻ്റെ പൈതൽ, കൊള്ളാകുന്നവൻ, അവകാശി, സ്വയകളങ്കമല്ല.
ദൈവത്തിൻ്റെ എതിർപക്ഷക്കാരനല്ല, ദൈവത്തിൻ്റെ പക്ഷക്കാരൻ. ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ നമ്മുടെ ജീവിതം. ആ ഒരു സാക്ഷ്യമാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. അത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശു എന്നടിസ്ഥാനം